വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ചട്ടിപ്പത്തിരി നമ്മൾ കേൾവിയുള്ളതും പലപ്പോഴും കഴിക്കാറുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ചട്ടിപ്പത്തിരിയിൽ തന്നെ ചെറിയൊരു ഇന്നോവേഷൻ നടത്തിയിട്ട് വേറൊരു മോഡൽ ചട്ടിപ്പത്തിരിയാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലങ്ങളിൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. ഹെൽത്തി മാത്രം നോക്കിയാൽ പോരാ, ടേസ്റ്റും കൂടെ നോക്കണം. അപ്പോൾ അങ്ങനെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യമായി നമ്മൾ കുക്കുംബർ എടുക്കുക. കുക്കുംബർ ഒരു 6 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുക. ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുന്നത്. ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ഐസ് വാട്ടറിൽ ഇട്ട് വെക്കണം. അപ്പോൾ കുക്കുംബറൊക്കെ അപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു പീലർ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയുക. തൊലി കളയാനല്ല കേട്ടോ, തൊലിയാണ് ഇവിടുത്തെ താരം. അതിനുശേഷം തൊലിയൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ തൊലി എടുത്താലും കുക്കുംബർ നമുക്ക് സലാഡിലും മറ്റുള്ള ഐറ്റംസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിച്ചാൽ കേടുവരൊന്നുമില്ല. അപ്പോൾ തൊലി എടുത്തതിന് ശേഷം 6 കുക്കുംബറിൻ്റെയും തൊലി കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ തൊലി ഫുള്ള് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ച് നമ്മളൊരു സ്ട്രൈനർ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആ വെള്ളം മാത്രമാണ് ആവശ്യം, മറ്റേത് വേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കുക്കുംബറിൻ്റെ ജ്യൂസിലാണ് നമ്മളിനി ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു മൈദ ദോശ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചട്ടിപ്പത്തിരിയിൽ. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കുക്കുംബറിൻ്റെ വെള്ളവും അതുപോലെ തന്നെ 1 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയും. ഇനി നമുക്ക് വേണമെങ്കിൽ 2 കപ്പ് ആട്ട വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ 2 മുട്ട, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ കെട്ടാണ്ട് അടിച്ചെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റി നമ്മൾ കുറച്ച് നേരം അവിടെ മാറ്റി വെക്കാം. ബൗളിലേക്ക് മാറ്റിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സവാള അരിഞ്ഞതും പിന്നെ പച്ചമുളക് ഒരു 2-3 ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2-3 പച്ചമുളകാണ് ചെറുതായത് കാരണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടും. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറും സോൾട്ടും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഇത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷ്രെഡ് ചെയ്തിട്ട് എടുക്കണം, അല്ലാണ്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട. നമ്മൾ കൈയോട്ട് പിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക ഈ സവാളയുടെ കൂടെ. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ചിക്കനും ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണ്. ഈ മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലക്കുത്തൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. മസാലയും ചിക്കനൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മസാല റെഡിയായി. നമ്മൾ മസാല അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവെടുത്ത് ദോശ ചൂടാം. കണ്ടില്ല, നല്ല പച്ച കളറ് ദോശ. ഓരോ തവി ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ട് മൈദ ദോശ ചുട്ടെടുക്കണ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ല, നല്ല ഭംഗിയുള്ള പച്ച കളറിൽ ഒരുപാട് ദോശ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ബൈൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം മയോണൈസും 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും, ടൊമാറ്റോ കെച്ചപ്പ് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി ഒരു ബൗളിൽ മാറ്റി വെക്കുക. ഇത് ജസ്റ്റ് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വെറും ചട്ടിപ്പത്തിരിയല്ല, ഒരു സ്പെഷ്യലായിട്ടുള്ള ചട്ടിപ്പത്തിരിയല്ലേ. അപ്പോൾ കുറച്ച് സ്പെഷ്യലൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാൻ, ഏത് പാനിലാണോ നമ്മൾ ചട്ടിപ്പത്തിരി വെക്കാൻ പോകുന്നത് ആ പാന് ജസ്റ്റ് എണ്ണയോ അല്ലെങ്കിൽ ഗീയോ എന്തെങ്കിലും തടവും. ഞാനിവിടെ നല്ല പശു നെയ്യാണ് തടവി കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ആദ്യത്തെ ദോശ ഇട്ടു. ജസ്റ്റ് ആ ഒരു മയണൈസും അതുപോലെ തന്നെ കെച്ചപ്പുള്ള ആ ഒരു
ബൈൻഡിങ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ ഫില്ലിങ് നമ്മൾ നേരത്തെ അവിടെ റെഡിയാക്കി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നെക്സ്റ്റ് ഇതുപോലെ തന്നെ ദോശ, അടുത്ത പച്ച ദോശ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ബൈൻഡിങ് ആയിട്ട് മയണൈസും കെച്ചപ്പും കൂടെയുള്ള ആ മിക്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയർ ഔട്ട് ചെയ്യുക. കംപ്ലീറ്റ് ഈ ഒരു ദോശ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മിക്സ്, ആദ്യം ദോശ, പിന്നെ ആ മയണൈസും കെച്ചപ്പുള്ളതും അതുപോലെ ചിക്കനും ഇട്ടിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് 12 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലെയർ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റത്തെ ദോശ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് പെപ്പർ പൗഡറും ഒരു പിഞ്ച് സോൾട്ടും ഇടുക. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റത്തെ ദോശയുടെ മുകളിൽ കൂടെ അങ്ങനെ സൈഡിലൂടെയും, അതായത് ആ ഫുള്ളായിട്ടില്ല, നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്, എല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് ലെയർ ബൈൻഡ് ആവാണ്ട് പോയിട്ട് പൊട്ടിയിരിക്കും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ഫുൾ ലെയർ കവറാക്കിയിട്ട് തന്നെ നമ്മൾ മുട്ടയുടെ മിക്സ് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇറ്റിച്ചു കൊടുക്കാം. അത് സ്പൂണായാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ ബ്രഷ് ആണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. നമ്മളപ്പോൾ ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും മുകളിൽ ജസ്റ്റ് ക്യാരറ്റ് ഷ്രെഡ് ചെയ്തതും നമ്മൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് എടുത്തതാണ്. അപ്പോൾ വറുത്തെടുത്തതും അത് ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ സിമ്മിൽ, ഫ്ലെയിം വളരെ ശ്രദ്ധിക്കാണ്ട് വളരെ ചെറിയ ഫ്ലെയിമിലാണ്, അപ്പോൾ ഒരു 15 to 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഒരു 5 മിനിറ്റ് തിരിച്ചിട്ടിട്ട് അതും സിമ്മിൽ തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ച കളറിലുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മയണൈസും കെച്ചപ്പിൻ്റെയൊക്കെ ഫ്ലേവറും ഇഷ്ടമാണ്. പിന്നെ ഇത് ഹെൽത്തി കൂടെയാണ്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. കുക്കുംബർ കൊണ്ട് ആരും ട്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ പിള്ളേർക്കൊക്കെ ഇത് കിട്ടിയാൽ അവരും ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ ഇത് പീസ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു ചെറിയ പീസ് തന്നെ നമുക്ക് ഭയങ്കര ഹെവിനെസ് ആയിട്ട് ഫീൽ ചെയ്യും, അത്രയും ലെയറും ചിക്കനും ഉണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു പീസ് തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിതുപോലുള്ള പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇനിയൊരു പുതിയ ഐറ്റമായിട്ട് വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.